സാങ്കേതികമായ ഒരു തടസ്സം കൊണ്ട് നിൽക്കുന്നതാണ്. അവിടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറെ സാങ്കേതിക പ്രശ്നങ്ങളുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക തടസ്സങ്ങൾ മാറിയാൽ KPCCയുടെ ഏറ്റെടുക്കുന്ന സ്ഥലത്ത് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭവനങ്ങളും ഉയരും. അത് ഞങ്ങളുടെ കമ്മിറ്റ്മെന്റാണ്. ഞങ്ങൾ സംസാരിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് കുമാറാണ്. അദ്ദേഹം പറയുന്നത് വയനാട് ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകും, യൂത്ത് കോൺഗ്രസും KPCCയും എപ്പോൾ നൽകും? സർക്കാർ വീട് കൈമാറുന്ന സമയത്ത് തന്നെ വീട് ഞങ്ങളും കൈമാറും എന്ന്. ജനുവരിയിൽ പൂർത്തിയാകും സർക്കാരിന്റെ വീടുകൾ, ജനുവരിയിൽ തന്നെ കൈമാറുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. വീട് വെക്കാൻ വേണ്ടി ഇതുവരെയും സ്ഥലം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല KPCCക്ക് എന്നോർക്കണം. അങ്ങനെയുള്ള ഒരു സമയത്താണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് സർക്കാർ എപ്പോഴാണ് വീട് വെച്ച് നൽകുന്നത് അപ്പോൾ നൽകും എന്ന്. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അത് കണ്ടെത്തിയാൽ ഉടനെ വീട് വെച്ച് നൽകും എന്നാണ് പറയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞിരുന്നു ഈ മാസം അവസാനം തറക്കല്ലിടും എന്ന്. 4-5 മാസങ്ങൾക്ക് മുൻപാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഈ മാസം അവസാനം തറക്കല്ലിടും, സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് KPCC, ആ സ്ഥലത്ത് തറക്കല്ലിട്ടു വീട് നിർമ്മാണം ആരംഭിക്കും എന്ന് പറഞ്ഞത് മുൻ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. എത്ര വീടാണ് ഇവർ വെച്ച് നൽകേണ്ടത്? രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു 100 വീടുകൾ. അദ്ദേഹം വയനാട്ടിലെ മുൻ MP ആണ്. KPCC പ്രഖ്യാപിച്ചിരുന്നു 100 വീടുകൾ. യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു 30 വീടുകൾ. അങ്ങനെ ആകെ നൽകേണ്ടത് 230 വീടുകളാണ്. 230 വീടുകൾ നിർമ്മിക്കണമെങ്കിൽ എത്ര സ്ഥലം വേണ്ടിവരും എന്നാലോചിച്ച് നോക്കൂ. അതിനുവേണ്ടിയുള്ള പരിശോധന പോലും അന്വേഷണം പോലും ആരംഭിച്ചിട്ടില്ല KPCC. അപ്പോഴാണ് പറയുന്നത് സർക്കാർ വീട് നൽകുന്ന ഘട്ടത്തിൽ തന്നെ വീട് നൽകും എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. സംശയമേയില്ല ആരുടെ ശിഷ്യനാണ്? OJ ജനീഷ് കുമാർ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശിഷ്യൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ രക്ഷാധികാരി പറഞ്ഞ കാര്യമുണ്ട്. വീട് ഞങ്ങൾ വെച്ച് നൽകുക തന്നെ ചെയ്യും, പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് നടപ്പാക്കിയിരിക്കും എന്നൊക്കെ ഷാഫി പറമ്പിലും പരസ്യമായി പറഞ്ഞിരുന്നു വാർത്താ സമ്മേളനത്തിൽ. എന്നാൽ യുവ നേതാക്കൾ പറഞ്ഞതൊന്നും നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ KPCC ജനങ്ങളെ വഞ്ചിക്കുകയാണ്. വയനാട് ദുരന്തബാധിതരുടെ കണ്ണീര് വിറ്റ് ഫണ്ട് പിരിച്ചിട്ടുണ്ട് KPCCയും യൂത്ത് കോൺഗ്രസും. ആ ഫണ്ട് ബാങ്കിലുണ്ട്, സുരക്ഷിതമായി നിൽക്കുന്നു എന്നാണ് KPCCയും പ്രതിപക്ഷ നേതാവും യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഒക്കെ പറയുന്നത്. ആ ഫണ്ട് ബാങ്കിലിട്ട് അവിടെ സൂക്ഷിക്കാനാണോ? ആ പണം വയനാട് ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകാൻ ജനങ്ങൾ നൽകിയ പൈസയാണ്, ജനങ്ങൾ നൽകിയ പണമാണ്. ആ പണം ചെലവഴിക്കാതെ ബാങ്കിലിട്ട് സൂക്ഷിക്കുന്നത് എന്തിന്? അവിടെയുണ്ടോ എന്നത് മറ്റൊരു കാര്യം. മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ചെലവഴിച്ചോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഉയർന്നു വന്ന ആരോപണം ബാങ്ക് മുഖേനയല്ലാതെ നേരിട്ട് പണം കൊടുത്തിട്ടുണ്ട് പല മണ്ഡലം കമ്മിറ്റികളും. ആ പണം മുഴുവൻ പാലക്കാട് ഇലക്ഷന് വേണ്ടി ചെലവഴിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആരോപണമാണ് ഉയർന്നത്. ആരാണ് ആരോപണം ഉന്നയിച്ചത്? DYFI അല്ല, ഇടതുപക്ഷമല്ല, CPM അല്ല. ആരോപണം ഉന്നയിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെയാണ്. ആലപ്പുഴയിൽ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ വെച്ച്. അതോടുകൂടിയാണ് ഇത് ചർച്ചയായി മാറുന്നത്. ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീട് വെച്ച് നൽകും, വീട് വെച്ച് നൽകും എന്ന്. OJ ജനീഷ് കുമാർ എന്ന പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഒന്ന് കടത്തി പറഞ്ഞു സർക്കാർ എപ്പോഴാണോ വീട് നൽകുന്നത് അതിനു മുമ്പ് തന്നെ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഞങ്ങളും വീട് നൽകുമെന്ന്. ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും പച്ചക്കള്ളം മാധ്യമങ്ങളുടെ മുന്നിൽ ജനങ്ങളോട് വിളിച്ചു പറയുന്ന ആളാണ് പുതിയ സംസ്ഥാന അധ്യക്ഷൻ. സംശയം വേണ്ട, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും അടുത്ത അനുയായി തന്നെയാണ്, പിൻഗാമി തന്നെയാണ്. ഷാഫി പറമ്പലിന്റെ പിൻഗാമി തന്നെയാണ് OJ ജനീഷ് കുമാറും. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ കഴിയും, സർക്കാരിന്റെ വീട് പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഒരു സംശയവും വേണ്ട, യൂത്ത് കോൺഗ്രസിന്റെയോ വീടുകൾ പണി ആരംഭിക്കുക പോലുമില്ല. കാരണം ഇതുവരെയും സ്ഥലം വാങ്ങിയിട്ടില്ല. 2 മാസമാണ് മുന്നിലുള്ളത്. 2 മാസത്തിനുള്ളിൽ സ്ഥലം വാങ്ങി അവിടെ വീട് നിർമ്മിച്ച് പൂർത്തീകരിക്കണമെങ്കിൽ ചുരുങ്ങിയത് 1 വർഷമെങ്കിലും കോൺഗ്രസിന്റെ സ്ഥിതി വെച്ച് വേണം അടുത്ത ജനുവരിയിൽ പക്ഷേ സർക്കാർ വീടുകൾ കൈമാറും ദുരന്തബാധിതർക്ക്.